ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് കലത്തപ്പമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അരി അരക്കണ്ട, അരി കുതിർക്കണ്ട, നല്ല ഈസിയാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി പച്ചരി പൊടിച്ച പൊടിയാണ്, പുഴുങ്ങലരിയുടെ പൊടിയല്ല, നൈസ് പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടിയാണല്ലോ എടുത്തത്. ആ 1 കപ്പിൽ തന്നെ 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് ചേർക്കുക, പിന്നെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, പിന്നെ ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സി അടച്ചു വെച്ചിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്ത ബാറ്ററാണിത്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ആദ്യം ഈ ഒരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ട് മാത്രം ശർക്കര മെൽറ്റാക്കാൻ വെച്ചാൽ മതി. നമ്മൾ ചൂടോടെയാണ് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ശർക്കര കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മീഡിയം സൈസ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് 3 അച്ച് എടുത്താൽ മതി. നല്ല വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മുടെ നേരത്തെ അരച്ച് വെച്ച ബാറ്ററിലേക്ക് ചേർക്കണം. അപ്പോൾ ബാറ്ററിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചിട്ട് ചേർക്കുക കേട്ടോ. ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ചൂടോടെ ചേർത്തുകൊണ്ട് അരിപ്പൊടി ആ തേങ്ങയൊക്കെ ഒരു ചെറിയ ചെറിയ കട്ട കെട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 2 നുള്ളി ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു 2 നുള്ളി ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കലത്തപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തല്ലേ. അപ്പോൾ നമുക്കിനി കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുക്കർ ഒന്ന് ചൂടാക്കാൻ വെക്കുക. കുക്കറിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യുമാണ് ചേർക്കുന്നത്. ഇതിൽ നിങ്ങൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം. ഞാനിതിൽ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തേങ്ങാക്കൊത്തും കൂടി ഇടുകയാണെങ്കിൽ നല്ല ഉണ്ടാവും. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു സവാളക്ക് പകരം ഒരു 5-6 ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയുള്ളി ഒന്നാമത് തോലുകളേണ്ട മടി കൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത്. സവാള ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കുക. ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചൂടോടെ തന്നെ ശർക്കരപ്പാനി ആ അരിപ്പൊടിയുടെ ബാറ്ററിലേക്ക് ചേർക്കുമ്പം പിന്നെ കുക്കറിൽ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് കലത്തപ്പത്തിന് ആ ഒരു ആര് വരുന്നത്. അപ്പോൾ ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുകൾ ഭാഗം ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, അത് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ പെട്ടെന്ന് തന്നെ നമുക്ക് അടക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് ആ ഒരു വിസിലെടുത്ത് മാറ്റണം. വിസിലിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 6 മിനിറ്റ് മതിയാവും. 6 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ആവി പോകുന്നുണ്ടാവും. ആവി പോകാൻ മീൻസ് ചെറുതായിട്ട് വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ ഇങ്ങനെ പോവും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. ഫ്ലെയിം കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അടിക്ക് പിടിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുക്കർ ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു കത്തി ഒന്ന് കുത്തി നോക്കുക. എന്നിട്ട് കത്തി ചെറിയ ചെറിയ തരിതരിപ്പ്, അതായത് കലത്തപ്പത്തിൻ്റെ പൊടി വന്നതിനും കുഴപ്പമില്ല. അത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ്, അതുകൊണ്ടാണ്. മാവ് ഒട്ടും ഉണ്ടാവരുത്. അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കർ ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് കൈയൊക്കെ പൊള്ളിപ്പണിയാവും. കുക്കർ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതുപോലെ സൈഡൊക്കെ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് കയ്യിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടിക്കോളും. താഴ്ഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം.
കണ്ടില്ലേ, നല്ല ആരൊക്കെ വന്നിട്ടുള്ള കലത്തപ്പമാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കലത്തപ്പം കഴിക്കാൻ തോന്നുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അരി അരക്കണ്ട, കുതിർക്കണ്ട, അങ്ങനത്തെ ഒരു പണിയുമില്ല. കാരണം ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്